നേരിട്ട് സെക്സ് എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സിലേക്ക് കിടക്കുകയാണ്. ശരിക്കും അങ്ങനെയല്ല വേണ്ടത്. നമ്മുടെ ബോഡി പാർട്സിൽ മാത്രം നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യരുത്. സ്ത്രീകൾ എപ്പോഴും ആഗ്രഹിക്കുന്നത് അവളുടെ ശരീരം മുഴുവൻ ഇങ്ങനെ തൊട്ട് നോക്കണം എന്നുള്ളതാണ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സെക്സ് ലൈഫിൽ നമ്മൾ പലർക്കും അറിയാത്ത കുറച്ച് കാര്യങ്ങളാണ്. അല്ലെങ്കിൽ ചിലർക്ക് അറിയായിരിക്കും, ചിലർ വിട്ടുപോയതായിരിക്കും. അപ്പോൾ അങ്ങനത്തെ കുറച്ച് ഫാക്ട്സും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വേഗം തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്ത്രീകളെ കുറിച്ചിട്ടാണ്. നമുക്ക് അത്തരത്തിലുള്ള ഒരു സെക്ഷൽ ഇൻ്റർകോഴ്സ് നടക്കുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു ഫോർ പ്ലേയുടെ സമയത്ത് നമ്മുടെ ബ്രസ്റ്റുകൾ കുറച്ചൊന്ന് എൻലാർജ് ആകും, കുറച്ചൊന്ന് വലുതായ പോലെ നമുക്ക് തോന്നും. പിന്നെ നമ്മുടെ നിപ്പിൾസിൻ്റെ അവിടെ ഒരു പിങ്ക് കളർ അല്ലെങ്കിൽ ഒരു റെഡ് കളറൊക്കെ ഉള്ള പോലെ തോന്നും. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈസ്ട്രജൻ്റെ അളവ് കൂടുകയും അതുപോലെ തന്നെ നമ്മുടെ ബ്രസ്റ്റിലേക്കുള്ള രക്തപ്രവാഹം അവിടേക്ക് ഇരട്ടിക്കണം. അപ്പോൾ അതുകൊണ്ടാണ് അവിടെ ഒരു പിങ്ക് കളറ് അല്ലെങ്കിൽ ഒരു റെഡ് കളറൊക്കെ പോലെ തോന്നുന്നത്. അതുപോലെ ഒരു എന്താ പറയുക, ഒരു ആ നേരത്തെ ഒരു പൊടിക്ക് വലിപ്പം വെച്ച പോലെയും നമുക്ക് തോന്നും. അതുപോലെ മാർക്കറ്റിൽ പുരുഷന്മാരുടെ പീനസ് വലിപ്പം വെക്കാൻ വേണ്ടിയിട്ട് കുറേ എണ്ണകൾ, മരുന്നുകൾ അങ്ങനെയൊക്കെ കുറേ അവൈലബിൾ ആണ്. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങളുടെ പീനസിൻ്റെ വലുപ്പം കൂടിയത് കൊണ്ട് ഒരിക്കലും സ്ത്രീക്ക് എന്താ പറയുക ആ ഒരു പ്ലഷർ കിട്ടണമെന്നില്ല. നിങ്ങളുടെ വലുപ്പം, അതായത് ഭയങ്കര വലുപ്പമുള്ള ഒരു പീനസ് ആണെങ്കിൽ സ്ത്രീക്ക് അവിടെ പ്ലഷർ കുറവായിരിക്കും ഉണ്ടായിരിക്കുക. പറയില്ല, അത് ഒരു മീഡിയം ലെവലിലാണ്. അല്ലാതെ നമുക്ക് ഭയങ്കര വലിയ പീനസ് ഉണ്ടായെന്ന് വെച്ചിട്ട് നമ്മുടെ പാർട്ട്ണർക്ക് ഭയങ്കര എന്താ പറയുക അതിഭയാനകരമായിട്ടുള്ള ഒരു പ്ലഷർ കിട്ടണം അല്ലെങ്കിൽ അവർക്ക് അത്തരത്തിലുള്ള ഒരു രതിമൂർച്ച സംഭവിക്കണം അതൊന്നുമില്ല. അപ്പോൾ നമ്മൾ അത്തരത്തിലുള്ള മരുന്നുകളും കാര്യങ്ങളും ഒന്നും കഴിക്കരുത്. നമ്മുടെ ശരീരത്തിന് ഭയങ്കരമായിട്ട് അത് എഫക്റ്റ് ചെയ്യും. അപ്പോൾ ആ കാരണം കുറേ മരുന്നുകൾ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ അതൊക്കെ ഒന്ന് ഒഴിവാക്കിയിട്ട് ഇതൊന്നും അതിലേക്ക് കുറേ വലിപ്പം കൂടിയതുകൊണ്ട് നമ്മുടെ പാർട്ട്ണർക്ക് പ്രത്യേകിച്ച് ഒരു എന്താ പറയുക ഒരു ഉപയോഗവും ഇല്ല, അവർക്ക് പ്രത്യേകിച്ച് ഒരു സന്തോഷം കിട്ടുന്നില്ല. മൂന്നാമതായിട്ടുള്ളതാണ് എഡ്ജിങ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മളൊരു സെക്ഷൽ ഇൻ്റർകോഴ്സിൽ ഏർപ്പെടുകയാണ് അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ നമ്മുടെ പാർട്ട്ണറായിട്ട് ഇപ്പോൾ ഫോർ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സ്ത്രീക്കും പുരുഷനും ഒരുപോലെ ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു കാര്യമാണ്. അതായത് നമുക്കിപ്പോൾ ആ ഒരു പ്ലഷർ കിട്ടും എന്ന് തോന്നുകയാണെങ്കിൽ നമുക്കിനിയും സമയം വേണം. അതായത് നമുക്കിപ്പോൾ വേണ്ട, കുറച്ചും കൂടി നേരം കഴിഞ്ഞിട്ട് മതി. അതായത് ആ ഒരു പ്ലഷർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതായത് നമ്മൾ പിന്നെ ഒന്നും ചെയ്യാറില്ല, നമ്മൾ ആ ഒരു സംഗതി മൊത്തത്തിൽ ഫോർ പ്ലേ എനിത്തിങ് നമ്മൾ മൊത്തത്തിൽ അങ്ങോട്ട് നിർത്തിയിട്ട് കുറച്ച് നേരം നിൽക്കുക. ഈ ഒരു പ്രോസസ്സിനെ പറയുന്ന പേരാണ് എഡ്ജിങ്. അതായത് എല്ലാവർക്കും അറിയുന്ന കാര്യമായിരിക്കും, പക്ഷേ ഈ ഒരു പേര് നമുക്ക് അറിയാൻ ചാൻസ് ഇല്ല. ഇതിന് പറയുന്ന പേരാണ് എഡ്ജിങ്. പിന്നെ എല്ലാവർക്കും കോമൺ ആയിട്ടൊരു പ്രശ്നമാണ്, ഇങ്ങനത്തെ ഒരു സെക്ഷൽ ഇൻ്റർകോഴ്സ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുരുഷൻ്റെ ആണെങ്കിലും സ്ത്രീകളുടെ ആണെങ്കിലും അവരുടെ ഒരു പ്രൈവറ്റ് പാർട്ടിൽ ഒരു പൊള്ളുന്ന പോലെ അല്ലെങ്കിൽ ഒരു പുകച്ചിൽ പോലെയൊക്കെ പലർക്കും ഫീൽ ചെയ്യാറുണ്ട്. ഇതിന് ഒരു കാരണം ഇൻഫെക്ഷനാണ്. അപ്പോൾ പാർട്ട്ണർക്ക് ഉണ്ടെങ്കിൽ നമുക്ക് കിട്ടും, അങ്ങനെ നമുക്ക് ഇൻഫെക്ഷൻസ് വരാനായിട്ട് സാധ്യതയുണ്ട്. പിന്നെ സ്ത്രീകളിലാണെങ്കിൽ അവരുടെ എന്താ പറയുക വെജൈനയിൽ ഭയങ്കര ഡ്രൈ ആയിരിക്കും. അപ്പോൾ അങ്ങനത്തെ ഒരു ഡ്രൈ സിറ്റുവേഷനിൽ നമ്മളൊരു സെക്ഷൽ ഇൻ്റർകോഴ്സ് നടക്കുമ്പോൾ അവർക്കത് കുറച്ചും കൂടി എന്താ പറയുക പെയിൻഫുൾ ആയിരിക്കും. അപ്പോൾ കുറച്ചും കൂടി ഫോർ പ്ലേയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ ഒരു പ്രൈവറ്റ് ഏരിയയിൽ കുറച്ചൊന്ന് ഹൈഡ്രേഷൻ വരാനും ആ ഒരു ലിക്വിഡ് ഫോം വന്നിട്ട് അത് ഈസി ആയിട്ട് ഇൻസേർട്ട് ആവാനും ഈ ഒരു എന്താ പറയുക വേദനയും കാര്യങ്ങളൊക്കെ ഒഴിവാക്കാനായിട്ടും സഹായിക്കും. അതുപോലെ പലർക്കും അറിയാത്തൊരു സാധനമാണ് എത്ര നേരം നമ്മളൊരു ഫോർ പ്ലേക്ക് വേണ്ടിയിട്ട് നമ്മൾ സമയം ചിലവഴിക്കണം എന്നുള്ളത്. ഇപ്പോൾ കുറേ പേരുണ്ട്, അവർ നേരെ വരിക ആ ഒരു എന്താ പറയുക ഫോർ പ്ലേ ഒന്നുമില്ല, നേരിട്ട് സെക്സ് എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സിലേക്ക് കിടക്കുകയാണ്. ശരിക്കും അങ്ങനെയല്ല വേണ്ടത്. നമ്മളൊരു 17 മിനിറ്റെങ്കിലും, ഇപ്പോൾ ചിലപ്പോൾ എനിക്ക് തോന്നുമായിരിക്കും എന്തിനാണെങ്കിൽ ഒരു 17 മിനിറ്റ് നമ്മൾ എടുക്കണേ എന്നുള്ളത്. പ്രത്യേകിച്ച് സ്ത്രീകൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഇരുമ്പ് കൂടം പോലെയാണ്. അതായത് നമ്മൾ നല്ല തിളച്ച എന്താ പറയുക തീയില്ലേ, അതിലേക്ക് ഇടുമ്പോൾ അതിങ്ങനെ ഈ ഒരു ഇരുമ്പ് കൂടെ മെല്ലെ പഴുക്കുന്ന പോലെയാണ് സ്ത്രീകൾക്ക് എന്താ പറയുക അവർക്ക് അവരുടേതായിട്ടുള്ള ആ ഒരു ഫീലിങ്സ് വരുന്നത്. അപ്പോൾ പെട്ടെന്ന് അങ്ങനെ ഒരു സെക്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്കത് കുറച്ചും കൂടിയും എന്താ പറയുക വേദനാജനകമായിരിക്കും. അവർക്ക്
അത്ര ഒരു പ്ലഷർ കിട്ടില്ല. അവർക്കത് എൻജോയ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ഫോർ പ്ലേ എന്ന് പറയുന്നത് ഒരു 17 മിനിറ്റ് ഒരു എന്താ പറയുക ഒരു 15 മിനിറ്റെങ്കിലും നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ പുരുഷനാണെങ്കിലും സ്ത്രീക്കാണെങ്കിലും അത് കുറച്ചുകൂടി എൻജോയ് ചെയ്യാനായിട്ടും പിന്നെ നല്ലൊരു രതിമൂർച്ചയിലെത്താനായിട്ടും അത് ഹെൽപ്പ് ചെയ്യും. ഇപ്പോൾ മിനിമം നമ്മളൊരു 15 മിനിറ്റെങ്കിലും നമ്മൾ ഈ ഫോർ പ്ലേക്ക് ആയിട്ട് മാറ്റുക. അല്ലാതെ ഡയറക്റ്റ് സെക്സ് എന്ന് പറയുന്നൊരു സാധനം എല്ലാവരും ഒന്നും ഒഴിവാക്കുക. വേറൊരു ഇൻട്രസ്റ്റിംഗ് പാർട്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരുപാട് പേർക്ക് സ്പൈസി ഫുഡ് ഭയങ്കര ഇഷ്ടമായിരിക്കും. അങ്ങനെ സ്പൈസി ഫുഡ് ഇഷ്ടമുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയുക സെക്സിനോട് കുറച്ചും കൂടി ഒരു ഇഷ്ടം ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ അതിനോട് കുറച്ചും കൂടി കൂടുതൽ താല്പര്യം ഉള്ളവരായിരിക്കും എന്നാണ് നമ്മുടെ സർവീസും കാര്യങ്ങളൊക്കെ പറയുന്നത്. അപ്പോൾ ഇതിൽ ആരെങ്കിലും എന്താ പറയുക ഭയങ്കര സ്പൈസി ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു താല്പര്യം കൂടുതലുള്ളവരായിരിക്കും എന്നാണ് പറയുന്നത്. അതുപോലെ പലർക്കും ഉള്ളൊരു വിചാരമാണ് നമ്മളൊരു ഫസ്റ്റ് ടൈം നമ്മൾ സെക്സ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഒരിക്കലും പ്രഗ്നൻസി ഉണ്ടായിരിക്കില്ല. ഒരു തെറ്റിദ്ധാരണ പലർക്കും ഉണ്ട്. ഒരിക്കലുമില്ല. അതായത് നമ്മുടെ ആണും പെണ്ണും ഹെൽത്തി ആണെങ്കിൽ ആ ഒരു ലേഡിയുടെ ഓവുലേഷൻ ടൈം ആണെങ്കിൽ നമുക്ക് ആവാനുള്ള ചാൻസസ് ഉണ്ട്. അതായത് നമുക്ക് ഒരിക്കലും ഫസ്റ്റ് ടൈം അല്ലേന്ന് വെച്ചിട്ട് നമുക്ക് ഒരിക്കലും പ്രഗ്നൻസി പ്രിവെൻറ്റ് ചെയ്യാനോ ഒന്നിനും പറ്റില്ല. അങ്ങനത്തെ ഒരു സാധ്യതയേ ഇല്ല. നമ്മളിപ്പം എന്താ പറയുക ആണും പെണ്ണും ഹെൽത്തി ആണ് അവളുടെ ഒരു ഓവുലേഷൻ ഡേയുടെ സമയത്താണെങ്കിൽ അതിനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. പലർക്കുള്ള സംശയമാണ്, അതായത് പ്രഗ്നൻസിക്ക് ട്രൈ ചെയ്യുന്നവരെ എന്നും ഇത്തരത്തിലുള്ള സെക്ഷൽ ഇൻ്റർകോഴ്സിൽ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതൊരു പ്രഗ്നൻസിലേക്ക് ലീഡ് ചെയ്യും എന്നുള്ള ഒരു ധാരണ പലർക്കും ഉണ്ട്. പക്ഷെ ഒരിക്കലും അങ്ങനെയല്ല. നമ്മൾ എന്നും ഇങ്ങനത്തെ സെക്ഷൽ റിലേഷൻ നമുക്ക് ഉണ്ടാവുകയാണെങ്കിൽ നമ്മുടെ സ്പേമിൻ്റെ ഗുണം അവിടെ ഇല്ലാതാവുക അത് നോർമലി ഉണ്ടാവുന്ന അത്ര ഒരു ബീജ ഗുണം ഉണ്ടാവണം എന്നില്ല. അത് ഡിമ്മായി വരും. നമുക്ക് വീക്കിലി നമുക്കൊരു 3 ടൈംസ് മാക്സിമം പോയിട്ടുണ്ടെങ്കിൽ ഒരു 4 ടൈംസ്, അതായത് ഒരു 4 ദിവസം നമുക്ക് നോക്കാം. അതല്ലാതെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ ബീജത്തിൻ്റെ ഗുണം കുറഞ്ഞ് വരാനുള്ള ചാൻസസ് ഉണ്ട്. അല്ലാതെ നമ്മൾ ഈ ഒരു സെക്ഷൽ ഇൻ്റർകോഴ്സ് ഉണ്ടായെന്ന് വെച്ചിട്ട് നമുക്ക് പ്രഗ്നൻസി ഉണ്ടാവണമെന്നില്ല. നമ്മുടെ ഓവുലേഷൻ പീരീഡിലല്ല ഞാൻ പറയുന്നത്, ബാക്കിയുള്ള സമയത്താണ്. അപ്പോൾ അതൊന്ന് മൈൻഡിൽ വയ്ക്കുക. പൊതുവേ നമ്മൾ സ്ത്രീകളെ കുറിച്ച് പറയുന്നതാണ്, നമുക്ക് കൂടുതൽ ഉത്തേജനം ഉണ്ടാകുന്നത് നമ്മുടെ സ്ഥലങ്ങളിലാണ്, ഇങ്ങനെയാണെന്നൊക്കെ പറയാറുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ പ്രൈവറ്റ് ഏരിയയിലാണെന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ ഒരിക്കലും അങ്ങനെയല്ല. സ്ത്രീയെ സംബന്ധിച്ച് നമ്മുടെ ഈ ഒരു തല തൊട്ടിട്ട് കാല് വരെ എല്ലാം അവൾക്ക് ആ ഒരു ഫീൽ ഉണ്ടാക്കുന്ന ഒരു സംഗതിയാണ്. അതായത് കഴുത്ത്, നമ്മുടെ ബാക്ക്, നമ്മുടെ പുറം, കാല്, കൈ, എല്ലാം എനിത്തിങ്. അപ്പോൾ ഒരിക്കലും നമ്മളിപ്പം ഈ ഒരു 2 ബോഡി പാർട്സിൽ മാത്രം നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യരുത്. സ്ത്രീകൾ എപ്പോഴും ആഗ്രഹിക്കുന്നത് അവളുടെ ശരീരം മുഴുവൻ ഇങ്ങനെ തൊട്ട് നോക്കണം എന്നുള്ളതാണ് അവരുടെ ഒരു ആഗ്രഹം. മീൻസ് അവരുടെ ആ ഒരു ഫീലിങ്സ് കൂടുതൽ അതിലാണ് ഇരിക്കുന്നത്. പക്ഷെ ഒരുപാട് പേർക്ക് അത് അറിയില്ല. എല്ലാവരും ഈ ഒരു 2 അവയവങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതാണ് സ്ത്രീയുടെ ഒരു എന്താ പറയുക ഒരു ലൈംഗികത എന്ന് പറയുന്നത്. പക്ഷെ ഒരിക്കലും അങ്ങനെയല്ല. സ്ത്രീകൾക്ക് ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തും അവൾക്ക് അവളുടേതായിട്ടുള്ള ആ ഒരു ലൈംഗികത ഫീലിംഗ്, അല്ലെങ്കിൽ നമുക്ക് ആ ഒരു ഫീലിംഗ് ഉണ്ടാകുമെന്ന് പറയില്ലേ, അത്തരത്തിൽ എത്തിക്കാനായിട്ട് അവളുടെ എല്ലാ ശരീരഭാഗത്തിനും സാധിക്കും. എന്തിലൂടെ? സ്പർശനത്തിലൂടെ എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരുപാട് പേര് ചെയ്യുന്നൊരു പൊട്ടത്തരമാണ് നമ്മുടെ കോണ്ടം ഉണ്ടല്ലോ, 2 കോണ്ടം വെച്ചിട്ട് സെക്സ് ചെയ്യാമെന്ന് പറയുന്നത്. അതായത് കുറച്ചും കൂടി ഓവർ പ്രൊട്ടക്ഷന് വേണ്ടിയാണെന്ന് അവർ പറയുന്നത്. പക്ഷെ ഇത് ഓവർ പ്രൊട്ടക്ഷൻ അല്ല, പ്രൊട്ടക്ഷൻ ഇല്ലാതാക്കാണ് ചെയ്യുന്നത്. നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. ഇങ്ങനെ 2 കോണ്ടം ഇടുമ്പോൾ ഈ 2 കോണ്ടങ്ങൾ തമ്മിൽ ഉരസിയിട്ട് ആ ഒരു കോണ്ടം പൊട്ടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ നമ്മൾ ഒരു കോണ്ടം മാത്രം നമ്മൾ ഉപയോഗിക്കുക, അല്ലെങ്കിൽ നമുക്ക് എട്ടിൻ്റെ പണി കിട്ടാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. പുരുഷനെ കുറച്ചുകൂടെ കാഴ്ചയിലാണ് അവൻ്റെ ആ ഒരു ലൈംഗിക താല്പര്യം ഉണരുന്നത്. ഇപ്പോൾ കാഴ്ച ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് അവർക്ക്. നമ്മൾ സ്ത്രീകൾക്ക് വരുന്നത് സ്പർശനമാണ്. അപ്പോൾ ഇത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കിയിട്ട് ഉള്ള ആ ഒരു എന്താ പറയുക മുന്നോട്ടുള്ള ആ ഒരു ലൈഫ് എൻജോയ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അങ്ങനെ അത് നമ്മൾ ഭയങ്കര എന്താ പറയുക ഡള്ളായി
ഉണങ്ങി തൂങ്ങിയിട്ടൊക്കെ ഇരിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. ഇതാണ് പുരുഷന്മാർക്ക് കൂടുതൽ കാഴ്ചയാണ് അവർക്ക് കുറച്ചും കൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അപ്പോൾ അവർ എന്താ പറയുക, അവർ അത്തരത്തിലുള്ള കാഴ്ചകൾ കാണാനായിട്ടുള്ള ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അതാണ് അവരിൽ ആ ഒരു താല്പര്യം ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ കുറച്ചൊന്ന് കുളിച്ച് വൃത്തിയായിട്ട് കുറച്ചൊന്ന് സെക്സി ലുക്കുള്ള എന്താ പറയുക, രാത്രി കുറച്ച് അങ്ങനത്തെ ഡ്രസ്സ് കിട്ടുള്ളൂ, നല്ലൊരു നൈറ്റൊക്കെ ഇട്ടിട്ട് നല്ല സുന്ദരിമണികളായിട്ട് നിൽക്കുക. അപ്പോൾ നമുക്ക് അവർക്ക് അത്തരത്തിലുള്ള താല്പര്യം ഉണ്ടാകും എന്നാണ് നമ്മുടെ ശാസ്ത്രം പറയുന്നത്. ഞാനല്ല കേട്ടോ, സയൻസ് പറയുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് ബേസിക് ആയിട്ട് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ വന്നിട്ട് എനിക്ക് കുറേ പേര് കമൻറ്റ് പറയായിരിക്കും, എനിക്ക് പ്രത്യേകിച്ചൊന്നും തോന്നുന്നില്ല, അതും ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ കണ്ടൻറ്റാണ് വേണ്ടിയെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ അടിയിൽ വന്നിട്ട് കമൻറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ എടുക്കാം. അതുവരേക്കും ബിറ്റ ബാബു.